കിടക്കുന്ന ഷാള് മാറ്റിയിട്ട് ഹിന്ദുമതം സ്വീകരിച്ചില്ലേ? കണ്ണൂർ ജില്ലയുടെ മുസ്ലിം പെണ്ണ് പഠിപ്പിക്കാത്തത് കൊണ്ടാണോ? പഠിത്തം കൂടിപ്പോയത് കൊണ്ടാണ്. അങ്ങനെ പഠിപ്പിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ മറന്നൊരു പഠനവും ഉയർച്ചയും നമുക്ക് ആവശ്യമില്ല. നല്ല മക്കളാണെങ്കിൽ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ അല്ലാഹുവേ നിങ്ങളുടെ മയ്യത്ത് പരിപാലനം ചെയ്യാൻ ആ മക്കൾക്ക് കഴിയുമല്ലോ. ഇന്ന് വളർന്നു വരുന്ന പുന്നിയൂർ കുളത്തെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ പെൺമക്കളെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഞാൻ മരണപ്പെട്ടാൽ അല്ലാഹുവേ എന്റെ പൊന്നുമോളിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ അല്ലാ? 3ാം ക്ലാസ്സിൽ മദ്രസ പഠനം അവസാനിപ്പിക്കുന്ന പെങ്ങളെ, 3ാം ക്ലാസ്സിൽ മതപഠനം നിർത്തണമെന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഉമ്മ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എങ്ങനെയാണ് ഉമ്മ നിന്റെ പൊന്നുമോൾക്ക് കഴിയുന്നത്? എങ്ങനെയാണ് നിന്റെ മയ്യത്ത് പരിപാല കാര്യങ്ങൾ ചെയ്യോ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് കഴിയുന്നത് എങ്ങനെയാ? എന്റെ സമുദായമേ, അപകടമാണ്, അപകടമാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. 3ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ചിട്ട് അവസാനിപ്പിക്കണ്ട. അവര് പഠിക്കട്ടെ, അവരുയരട്ടെ. അവരെങ്ങനെയാണ് ഒരു ഉമ്മ മരിച്ചാൽ കുളിപ്പിക്കേണ്ടതെന്നറിയട്ടെ. നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്തിലേക്ക് ആദ്യം എവിടെയാ വെള്ളമെടുക്കേണ്ടത്? എങ്ങനെയാ ശുദ്ധീകരിക്കേണ്ടത്? അല്ലാഹുവേ, മയ്യത്തിന്റെ നഖത്തിനടിയിലുള്ള അഴുക്ക് പോലും എടുക്കേണ്ടത് കുളിപ്പിക്കുന്നവരാ. അത് നമ്മുടെ മക്കളല്ലേ ചെയ്യേണ്ടത്? എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കളല്ലേ ചെയ്യേണ്ടത്? എന്റെ വാപ്പാടെ നഖത്തിനടിയിൽ അഴുക്കെടുക്കേണ്ടത് ഞാനല്ലേ? എന്റെ വാപ്പാടെ മലത്തോരത്തിലൂടെ മൂത്രത്തോരത്തിലൂടെ നെഴ്സുകൾ പുറത്തു വരുമ്പോ അത് ഇടത്തെ കയ്യിൽ തുണി ചുറ്റിയിട്ട് വൃത്തിയാക്കേണ്ടത് മകനായ എന്റെ കടമയല്ലേ? എന്റെ പെങ്ങളെ, നിങ്ങൾ മരണപ്പെടുമ്പോ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗം നിനക്കറിയുമല്ലോ. മയ്യത്തിനെ ഒന്ന് ചാരിയിരുത്തും. കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഒന്ന് ചാരിയിരുത്തും. എന്നിട്ട് കൈകൊണ്ട്, വലത്തെ കൈകൊണ്ട് ഇങ്ങനെ താങ്ങി പിടിക്കും. ഇടത്തെ കൈകൊണ്ട് വയറിങ്ങനെ പതുക്കെ ഒന്ന് തടവിക്കൊടുക്കും. എന്തിനാ? മയ്യത്തിന്റെ വയറ്റിനകത്തുള്ള നികിഷ്ടതകൾ പുറത്തു പോകാൻ വേണ്ടിയാ. ഏതിലൂടെയാ പുറത്തു പോകുന്നേ? മലദ്വാരത്തിലൂടെ പുറത്തു പോകും. അതാരാണ് എടുക്കേണ്ടത്? അതാരാണ് എടുക്കേണ്ടത്? അല്ലാഹുവേ, നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാ. മക്കൾ നമ്മുടെ ദൗർബല്യമാണ്. മക്കൾ നമ്മുടെ ജീവന്റെ ജീവനാണ്. മക്കളെ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മക്കളെ കണ്ടില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. ഗൾഫിലേക്ക് പോകുന്ന സഹോദരങ്ങൾ മക്കളുടെ കവളത്ത് നിന്ന് ഗൾഫുകാരന്റെ ചുണ്ട് വലിച്ചു പറച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോവാ. താങ്ങാൻ പറ്റൂല. അങ്ങനെ പോകുന്ന ആ പ്രിയപ്പെട്ട മക്കളെ കുറിച്ചുള്ള ദൗർബല്യത നമ്മുടെ മനസ്സിനെ കീഴടക്കിയെങ്കിൽ ആ മക്കൾ പറയുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. പക്ഷേ ആ മക്കളല്ലേ നമ്മുടെ നജസ് വൃത്തിയാക്കി തരേണ്ടത്. അല്ലാതെ അന്യ വീട്ടിൽപ്പെട്ടവരും അയൽവാസികളുമാണോ? അതിനൊരു സുഖമുണ്ടോ? നമ്മുടെ മക്കളുടെ വീട്ടിൽ എന്റെ ഉപ്പച്ചിയല്ലേ, എന്റെ ഉമ്മച്ചിയല്ലേ, എനിക്ക് വേണ്ടി എല്ലാം തന്നവരല്ലേ, അതുകൊണ്ട് ഉമ്മാടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തത്തോടെ അത് ചെയ്തിട്ട് നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ചൊരുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മക്കളാ. 100 പ്രാവശ്യം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുളിപ്പിച്ചിട്ടില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ കരി എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മുത്തം കൊടുത്തിട്ടില്ലേ? 100 പ്രാവശ്യം നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരുക്കിയിട്ടില്ലേ? ഒരു പ്രാവശ്യം നിങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് ഒരുക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പ്രാവശ്യം കുളിപ്പിക്കാനും ഒരുക്കാനും ഒറ്റ പ്രാവശ്യം. നിങ്ങൾ അങ്ങോട്ട് 50 പ്രാവശ്യം ചെയ്തതിന് പകരമായി തിരിച്ചൊരു പ്രാവശ്യം നിങ്ങൾ മരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ചെയ്തു തരണം. എന്നിട്ട് സന്തോഷത്തോടെ, അതാണ് യഥാർത്ഥത്തിൽ ഒരു മയ്യത്ത് കുളി. ഇന്ന് അങ്ങനെ എത്ര ഉമ്മമാർക്ക് ഖബറിലേക്ക് സന്തോഷത്തോടെ പോകാൻ കഴിയുന്നുണ്ട്? തീരെ കുറവാണ്, വളരെ സാധ്യത കുറവാണ്. ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ പടച്ചവനെ, ഈ ലോകത്തിരുന്ന് വിട പറയാൻ പോവുകയാണ്. അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു എന്ന പ്രിയപ്പെട്ട ഉപ്പ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. പൊന്നുമോനെ, 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 അടുത്തേക്ക് വരിക. ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന, മോനെ, നാളെ ഉഹദ് യുദ്ധം നടക്കാൻ പോവുകയാണ്. നിന്റെ ഉപ്പയാകുന്ന എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? നാളെ നടക്കുന്ന യുദ്ധത്തിൽ 1ാമത്തെ ഷഹീദ് നിന്റെ ഉപ്പയായിരിക്കണം മോനെ. ആദ്യം ഷഹീദാകേണ്ടത് ഞാനായിരിക്കണം മോനെ. റളിയല്ലാഹുവിന്റെ മകൻ പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. നാളെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ആദ്യം ഷഹീദാകാനുള്ള ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ.
ആദ്യം മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ. ഉഹദിന്റെ രണാകണത്തിൽ മലക്കുകൾ വന്ന് മയ്യത്ത് പൊതിയുന്ന, അത്ഭുതകരമായ മലക്കുകൾ വന്ന് കൊണ്ടുപോകുന്ന ഒരു സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹു നിങ്ങൾക്ക് തന്നെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പൊന്നുമോന് ദുആ ചെയ്യുമ്പോ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനെ അരികിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, മോനെ, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല മോനെ, ഞാൻ മരണപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് കടമുണ്ടടാ, എനിക്കൊരുപാട് കടമുണ്ട് മോനെ. നിന്നെ നോക്കാൻ, നിന്റെ കുടുംബത്തെ നോക്കാൻ, ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് പൈസ കടം മറിച്ചവനാണുപ്പാ, ഒരുപാട് കാശ് കടം മറിച്ചവനാണുപ്പാ. ആ കടബാധ്യതയുള്ളത് കൊണ്ട് പൊന്നുമോനെ, ഷഹീദായി മരിച്ചാലും അതിന്റെ പ്രതിഫലം അല്ലാഹു എനിക്ക് തരൂല, ഷഹീദായി മരണപ്പെട്ടാലും അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടൂല മോനെ. അതുകൊണ്ട് പൊന്നുമോനെ, എന്റെ കടം നീ തീർക്കുവോ, എന്റെ കടം നീ തീർക്കുവോ. ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ വാരിപ്പണന്നുകൊണ്ട് ആ പൊന്നുമകൻ പറയുന്നു, ഉപ്പാ, നിങ്ങളുടെ പൊന്നുമോന് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളൊന്നും പേടിക്കണ്ട, വാപ്പാടെ കടം ഞാൻ തീർക്കുന്നതാ, വാപ്പാടെ കടബാധ്യത ഞാൻ തീർത്തു തരുന്നതാ. പൊട്ടിക്കരയണ്ട വാപ്പ, ധൈര്യമായ യുദ്ധത്തിന്റെ രണാകണത്തിലേക്ക് വെക്കോ, ഉപ്പാന്റെ കടം ഞാൻ തീർത്തു തരുന്നതാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഉപ്പമാരെന്ന് ചിന്തിക്കുക. എത്രയോ ബിസിനസ്സുകാരാ നിങ്ങൾ, എത്രയോ കച്ചവടക്കാരാ നിങ്ങൾ, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കടം വരുത്തി വെച്ചിട്ടില്ലേ? വീട് വെക്കാനും മോളെ കെട്ടിക്കാനും ഒരുപാട് പണം നിങ്ങൾ കടമെടുത്തിട്ടില്ലേ? നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ കടം തീർക്കാൻ നിങ്ങളുടെ മക്കളെ കൊണ്ട് കഴിയോ? ബഹുമാനപ്പെട്ട അശ്റഫാജിയുടെ പൊന്നുമോളെ നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ്, കല്യാണം നടക്കാൻ പോകുന്നു. അല്ലാഹുവേ, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നിങ്ങളിൽ എത്രയോ ആളുകൾ പെൺമക്കളെ നിക്കാഹ് നിശ്ചയിച്ചു വെച്ചിട്ട് പണമില്ലാതെ, പൈസയില്ലാതെ പൊട്ടിക്കരയുന്നവരാ. കഴിഞ്ഞ വർഷം ആലുവ മണപ്പുറത്ത് നടന്ന പരിപാടിയില്ലേ സഹോദരിമാരെ, എത്രയോ സ്വർണ്ണാഭരണമാണ് അവിടെ എത്തി മക്കൾക്ക് വേണ്ടി സ്വർഗ ചെയ്യാമെന്ന് ആ ഭാരാഭാരം പോലെ പരന്നു കിടന്ന കേരളത്തിൽ ഇന്ന് വരെ നടന്ന മജ്‌ലിസിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതകരമായ സ്വർഗത്തിന്റെ വേദിയിൽ വെച്ച് എത്രയോ സഹോദരങ്ങൾ പറഞ്ഞു പോയതാ. ഈ മാസം ജനുവരി മാസം 23-ാം തീയതി രണ്ടാമത് വാർഷിക പ്രഭാഷണം പെരുമ്പാവൂർ ടൗണിൽ നടക്കുകയാ. അല്ലാഹുവേ, 10 യതീമക്കൾക്ക് 10 പവന്റെ സ്വർണം വെച്ചു കൊടുക്കുകയാ. അതിനുവേണ്ടി അപേക്ഷ കൊടുത്ത കുടുംബത്തിന്റെ കഥ നിങ്ങൾക്കറിയോ? അതിനുവേണ്ടി അപേക്ഷ കൊടുത്ത കുടുംബത്തിന്റെ കഥയറിഞ്ഞാ നിങ്ങൾ ചങ്ക് പൊട്ടിപ്പോകും സഹോദരങ്ങളെ. എത്രയോ പാവപ്പെട്ടവരാ, ഉദരപൂരണത്തിന് നിവൃത്തിയില്ലാത്തവരാ, വെള്ളം കുടിക്കാൻ കഴിവില്ലാത്തവരാ, പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുന്നവരാ. പാവമാണ് പടച്ചവരെ, സാധുവാണ് തമ്പുരാന്. പക്ഷെ അതിനുവേണ്ടി സഹായിക്കാനുള്ള മനസ്സുമായിട്ട് പറന്നിറങ്ങിയ സമ്പന്നവർഗമില്ലേ? അവർക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാ. പക്ഷേ കടക്കാരായിട്ട് നിങ്ങൾ മരിച്ചാൽ, 10 ലക്ഷം കടമുള്ള വാപ്പ മരിച്ചാ മക്കൾക്ക് കടം തീടാൻ പറ്റുമോ? കടമുള്ള മയ്യത്തിന്റെ ദുആ, ആ മയ്യത്തിന് വേണ്ടിയുള്ള സ്വതഖ, ആ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. കടത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആവശ്യമില്ലാതെ പൈസ കടം മറിക്കരുത്. ആവശ്യത്തിനാകാം, ആവശ്യമില്ലാതെ പൈസ കടം മറിക്കരുത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് വേദനയോടുകൂടി പറയാൻ, വീട് വെക്കാൻ, മോളെ കെട്ടിക്കാൻ പൈസ കടം മറിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു കണക്ക് കൂട്ടൽ വേണം. അല്ലാഹു ഇത് വീടാൻ സാധിക്കും, ഇത് വീടാൻ സാധിക്കും എന്ന ഒരു കണക്ക് കൂട്ടൽ വേണം. തങ്ങളെ വീട് പണി എന്തായി ബന്ധപ്പെട്ട ശരിയാണ്? അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല പ്രിയ കൂട്ടുകാരന് നല്ലൊരു ഭവനം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആമീൻ പറയാം. അല്ലാഹു നല്ലൊരു വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു കൊടുക്കുമാറാകട്ടെ. എത്രയോ യുവ സുഹൃത്തുക്കൾ ഒരു വീടില്ല ഉസ്താദെ, കടമാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കാര്യമില്ല. കോഴിക്കോട് CH സെന്ററിൽ കാണാൻ പോയി അല്ലേ, എന്തൊരു അത്ഭുതമാണ് സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന അത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ. ധാരാളം രോഗികൾ അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, അവനിങ്ങനെ മരുന്നും കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാണ്. കണ്ടുടനെ ചാടി എഴുന്നേറ്റിട്ട്
വളരെ സിസ്റ്റർമാരൊക്കെ അവനെ പിടിച്ചു കിടത്താണ്, അനങ്ങാൻ പാടില്ല. അവൻ പറയുന്നു, വിരലിങ്ങനെ തന്നിട്ട് മുസാഫത്ത് ചെയ്തിട്ട് പറയുന്നു, ഉസ്താദെ എന്റെ കുടുംബത്തിന് ഞാനല്ലാതെ ആരുമില്ല ഉസ്താദെ, നിങ്ങളുടെ ദ്വാരക്കണം. ഞാൻ മരിച്ചുപോയാൽ എന്റെ ഉമ്മ പിന്നെ മരിക്കേണ്ടി വരും, എന്റെ ഉപ്പ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും, എന്റെ കുടുംബം പിന്നെ ആരുമില്ലാത്തവരായി പോകും. അതുകൊണ്ട് എന്നെ തളർത്തിക്കളയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഇന്നിവിടെ അസ്രവാദിയുടെ വീട്ടിൽ ഞാൻ വന്നപ്പോ മാരക രോഗം ബാധിച്ച ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണം, ഉസ്താദെ ദുആ ചെയ്യണം. അദ്ദേഹം ആ ദുആ വസിയത്ത് ചെയ്യുന്നത് കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബായ ബാക്കവി ഉസ്താദ് ഉൾപ്പെടെ പറഞ്ഞു, ആ പാവപ്പെട്ട സഹോദരന് വേണ്ടി ദ്വാരക്കണം, മറക്കരുത്. ഇവിടെ നിന്നല്ല എവിടെയും ദ്വാരക്കണം. ക്യാൻസർ രോഗം അല്ലാഹു ശിഫ ചെയ്തു കൊടുക്കുമാറാകട്ടെ. എന്റെ ഇരിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ ഈ സന്തോഷം തീരാൻ ഒറ്റ വാർത്ത നിങ്ങൾ കേട്ടാൽ പോരെ, ഭർത്താവിന് ക്യാൻസറാണ്, മക്കൾക്ക് ക്യാൻസറാണ്. ആ ഒരു വാർത്ത കേട്ടാൽ നമ്മുടെ എല്ലാ സന്തോഷവും തകരും. കോടികളുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനമില്ലാതെ നാം നെട്ടോട്ടമോടിപ്പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി മക്കളെ മൃഗങ്ങളെ പോലെ വളർത്തിക്കൊണ്ടവരാണ് അള്ളാഹുവിന്റെ ഖുർആൻ എന്നെടുത്ത് കയ്യിൽ വെച്ചു കൊടുക്കും. ഉമ്മമാരെ, അവർ പാരായണം ചെയ്യട്ടെ, അവർ സ്വലാത്ത് ചെല്ലട്ടെ. ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ വാരിപ്പുണർന്നുകൊണ്ട് മകൻ പറഞ്ഞു, ഉപ്പാ ഞാനുള്ളിടത്തോളം കാലം ഉപ്പാന്റെ ഖബറിന്റെ അകത്ത് ഒരു വിഷമം ഉണ്ടാവൂല, കടം ഞാൻ തീർത്തുകൊള്ളാം. അങ്ങനെ പറയാൻ നമ്മുടെ മക്കൾക്ക് പറ്റും. കേവലം ഒരു 10,000 രൂപയുടെ കടം പോലും മക്കൾ തീർക്കൂലല്ലോ. കാരണം പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവച്ച ഉസ്താദ് ഒരു ആത്മീയ പ്രസംഗം നടത്തും. അതിനുശേഷം ഉസ്താദ് പറയും, ഈ ഉപ്പാക്കാരെങ്കിലും സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിൽ ഇവിടത്തെ മൂത്ത മകനാണ് താൻ നിൽക്കുന്നത്, അവനുമായി ബന്ധപ്പെട്ടത് പരിഹരിക്കണമെന്ന് പറയും. അത് പറച്ചില് മാത്രമേ ഉള്ളൂ. വാപ്പ കാശ് തരാനുണ്ടെന്ന് പറഞ്ഞ് മോന്റെ വീട്ടിലേക്ക് വന്നാൽ മോൻ പറയാം, അത് ഉസ്താദ് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, എനിക്ക് എന്റെ പുറകെ അടക്കാൻ നേരമില്ല, എന്തോ പണി നോക്കാൻ പറയും. വാപ്പാടെ അടുത്ത് കബറി പോയി വാങ്ങാൻ പറയണം, മക്കളുടെ കാലുവാ. ഒരിക്കലും ചെയ്തു കൊടുക്കരുത്. വാപ്പാടെ കടം നിങ്ങൾ തീർത്തു കൊടുക്കുന്നത് വരെ കബറിന്റെ കത്താതാപ് തീരൂരൈവത്തമേ. ഉമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരില്ലേ, അവർ ഒരുപാട് കടക്കാരാകുന്നത് എന്തുകൊണ്ടാ? ഭാര്യമാരായ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്നത് കൊണ്ടാ. നിനക്കത് വേണം ഇത് വേണമെന്നൊക്കെ വാശി പിടിക്കുമ്പോ അതെല്ലാം വാങ്ങിത്തരുന്ന പ്രിയപ്പെട്ട ഭർത്താവ് കടക്കണിയിലായി അവസാനം രോഗം ബാധിച്ചുകൊണ്ട് മരണപ്പെടുമ്പോൾ ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ കടം തീർക്കാൻ ആളില്ലാതെ വന്നാ തകർന്നു പോകുന്നതാ. കടക്കാരായി മരിക്കുന്നവരുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരൂല്ല. അവരും നിന്റെ മയ്യത്തിന് സ്വർഗത്തിന്റെ തുണി കൊണ്ട് പൊതിയൂല്ല. അതുകൊണ്ടാണല്ലോ കാലം കൊതിക്കുന്ന നീതിമാനെന്ന സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ ആ കാസറ്റിലൂടെ കേട്ടതല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുമ്പോ പൊന്നുമോനെ പിടിച്ച് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞിറന്താ, മോനെ വാപ്പച്ചിക്ക് കടമുണ്ട് തീർക്കുവോ, ഉപ്പാക്ക് കടമുണ്ട് തീർക്കുവോ? ആ പൊന്നുമോൻ പറഞ്ഞ് ഞാൻ തീർത്തുകൊള്ളാ. എന്തുകൊണ്ടാണ് അങ്ങനെ സമ്മതം കൊടുത്തത്? മക്കൾ ദീനുള്ളവരായത് കൊണ്ടാ, അറിവുള്ളവരാണ് അവസാനം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. വിവരമില്ലാത്ത മക്കളാണെങ്കിൽ ഒരു കാര്യവും നമുക്കവർ ചെയ്തു തരൂല. അറിവുള്ളവരാണ് അതൊക്കെ നടത്തേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ, മദീനയുടെ നായകൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒടിഞ്ഞു പോലെ ചിറകുമായി മുമ്പ് പോയിരുന്നു കൊണ്ട് ചോദിക്കും, നബിയേ ആരാണ് അങ്ങ് വഫാത്താകുമ്പോ അങ്ങയുടെ ദേഹത്തിലേക്ക് വെള്ളമൊഴിച്ച് കുളിപ്പിക്കേണ്ടത് ആരാ? മദീന ഒന്നടങ്കം കരയുകയാണ്. പാടും ബിലാലെന്ന് പാട്ട് മറക്കുന്നു, ധീരരാമോ മറന്ന് ആടി ഉലയുന്നു, അറുതും സമാവാത്തും പൊട്ടി തകരുന്നു, ആറ്റൽ റസൂലുള്ളാഹ് വിട്ട് പിരിയുന്നു, ഹജ്ജത്തുൽ വീദായിൽ കൂട്ടം പിരിഞ്ഞെന്ന് മുത്ത് റസൂലെന്ന് പൊട്ടിക്കരയുന്നു, ഫാത്തിമ ബീവിയുടെ മുഖമെന്ന് വാടുന്നു, പുണ്യ മദീനയിൽ കണ്ണീരൊഴുകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്
നബിയെ, ആരാണ് നബിയെ? അങ്ങയുടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് അങ്ങയെ കുളിപ്പിക്കാനുള്ളത് ആരാ? ആ സമയത്ത് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിലേക്ക് നോക്കിയിട്ട് ഒരാളെ അല്ലാഹുവിന്റെ റസൂൽ സൂചന കൊണ്ട് ഉറപ്പിക്കുകയാണ്. ആരെയാണ് ഉറപ്പിച്ചതെന്നറിയോ? അത് മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണ്, അതിലേക്ക് കടന്നു വരാനുള്ള കവാടം അലിയാണെന്ന് മുത്തുറസൂല് പറഞ്ഞു പോരെങ്കിൽ അതാ ബഹുമാനപ്പെട്ട അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹുവിനെ ഉറപ്പിക്കുകയോ? അറിവുള്ളത് കൊണ്ടാണ്, ആത്മീയതയുള്ളത് കൊണ്ടാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അറിവുള്ളവരാകുക, നമ്മുടെ കുടുംബം അറിവുള്ളവരാകുക. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് 4 വ്യക്തികളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പുന്നാര നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. സ്വർഗത്തിന്റെ വസ്ത്രവും വാഹനവും അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. 4 വ്യക്തികളുടെ മുഖത്ത് നോക്കിയിട്ട് മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ വേണ്ടി അല്ലാഹു കാത്തിരിക്കുകയാണ്. നിങ്ങൾ മരണപ്പെട്ടാൽ അല്ലാഹു സ്വർഗത്തിന്റെ വസ്ത്രം കൊടുത്തേക്കും, സ്വർഗത്തിന്റെ വാഹനം കൊടുത്തേക്കും എന്ന് പറഞ്ഞു. ആ 4 വ്യക്തികളുടെ ചരിത്രമാണ് നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അവരേറെ തിളക്കമുള്ള മറ്റൊരാളെ കാണാൻ കഴിയില്ല. അവർക്ക് നബി തങ്ങൾ ഇവിടെ വെച്ച് തന്നെ, ഈ ലോകത്ത് വെച്ച് തന്നെ വാഗ്ദാനം ചെയ്തതാണ് സ്വർഗത്തിന്റെ വസ്ത്രവും സ്വർഗത്തിന്റെ വാഹനവും. യഥാർത്ഥത്തിൽ അവസാന വസ്ത്രവും വാഹനവും കഫൻ തുണിയും സന്തൂക്കുമല്ല, പിന്നേതാ? യഥാർത്ഥത്തിൽ അവസാന വസ്ത്രം സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന വസ്ത്രമുണ്ട്. ഉഖൈദർ രാജാവ് കൊണ്ടുകൊടുത്ത വസ്ത്രം ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞ അതാണല്ലോ, അതിലേക്ക് തന്നെ മടങ്ങി വന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഉഖൈദർ രാജാവ് കൊണ്ടുകൊടുത്ത വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച പ്രിയപ്പെട്ട സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ വസ്ത്രത്തെ ചൊല്ലിയിട്ട് തർക്കിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ കയ്യിൽ വെക്കാൻ കൊടുക്കുന്ന കർച്ചീപ്പുണ്ടല്ലോ, അതിന് ഈ വസ്ത്രത്തെക്കാളും വിലയുണ്ടെന്ന് മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അതിന് ഈ വസ്ത്രത്തെക്കാളും വിലയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. സ്വർഗത്തിൽ സഅദ് റളിയല്ലാഹുവിന് കയ്യിൽ വെക്കുന്ന കർച്ചീപ്പ്. എന്തുകൊണ്ടാണ് ആ ഭാഗ്യം കിട്ടിയത്? അവസാന വസ്ത്രമാന കഫൻകുടവ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കർച്ചീപ്പിന്റെ വില പോലും ഈ ഉഖൈദർ രാജാവിന്റെ വസ്ത്രത്തിനില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്നറിയോ? സഅദ് റളിയല്ലാഹു അൻഹു നിങ്ങളെ പോലെ തലച്ചോറിൽ ബോധമില്ലാത്തവരായിരുന്നില്ല. പണം കിട്ടുമ്പോ, പദവി കിട്ടുമ്പോ, പവർ കിട്ടുമ്പോ അല്ലാഹുവിനെ മറക്കുന്നവനായിരുന്നില്ല. ഏറ്റവും നല്ല സുന്ദരിയായ പെൺകുട്ടിയെ നവവധുവായിട്ട് ലഭിക്കാൻ പോകുന്ന സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടിയാ സുന്ദരിയായ പെൺകുട്ടിയെ മറന്നുകൊണ്ടിട്ട് ഇറങ്ങി തിരിച്ചതെന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ ദീനിന്റെ യശസ്സ് ഉയർത്താൻ വേണ്ടി ഇറങ്ങിപ്പോയില്ലേ? യുദ്ധത്തിന്റെ രണാകടത്തിൽ ഊരിപ്പിടിച്ച വാളുമായി പടപൊരുതിയില്ലേ? അവസാന മുഖം മൂടി ധരിച്ച് ഷഹീദായിട്ട് സഅദ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോ മുത്തുനബി തങ്ങൾ കാലൂതിയിട്ട് നടന്നില്ല. തന്റെ വിരൽ കൊണ്ട് ഊന്നിയിട്ട് നടന്നുപോയ സഹാബികളോട് ചെന്നുകൊണ്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്കാ വേണ്ടിയിട്ട് ആകാശലോകത്തിൽ നിന്ന് പറന്നിറങ്ങുന്ന മലക്കുകൾക്ക് ഈ ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിൽക്കാൻ സ്ഥലമില്ല സഹാബത്തേ എന്ന് പറഞ്ഞതെന്തുകൊണ്ടാ? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറടക്കം കാണാൻ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ടാ. എന്റെ ചെറുപ്പക്കാരാ, 1000 മലക്കുകൾ വേണ്ടടാ, 100 മലക്കുകൾ വേണ്ടടാ. ഒരു റഹ്മത്തിന്റെ മലക്കിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അവസാനിപ്പിച്ചോ, കള്ളുകുടി അവസാനിപ്പിച്ചോ, വ്യഭിചാരം അവസാനിപ്പിച്ചോ, ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ടോ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന പുണ്യമാരെ അമല് ചെയ്തിട്ട് ഒരു ഷഹീദിന്റെ മരണത്തിന്റെ പ്രതിഫലം കിട്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ട് ചിന്തിച്ചോ. അള്ളാഹു ഭാഗ്യം തരട്ടെ. പറഞ്ഞു തരാൻ പോവാണ് ഒരു പുണ്യ അമൽ. അതുകൂടി പറഞ്ഞു തന്ന അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ ദുആ ചെയ്യും. അത് ഇന്നു മുതൽ ആണും പെണ്ണും നിന്റെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ അൽഹംദുലില്ലാഹ് കൊണ്ടു നടക്കണം. ഇതൊരു വലിയ ഭാഗ്യമാണ്. നാളെ കുറച്ചുകൂടി സൗകര്യം ഇതിനകത്ത് കസേര കുറച്ച് പുറകിലൊക്കെ ആക്കിയിട്ട് ഫ്രണ്ടിൽ നമുക്ക് നല്ല ടാർപ്പൊക്കെ വിരിച്ചാൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഇത്രയും ഒരു മഹല്ല് ഇത്രയും ഒരു സൗകര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മഹല്ലിന്റെ കീഴിലെ പരിപാടി. കാരണം എന്നും മഹല്ലിന്റെ കീഴിലെ പരിപാടികൾക്ക് കുറവുകൾ മാത്രമാണ്, വേറൊന്നും കൊണ്ടല്ല.
കമ്മിറ്റി കൂടുമ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 അഭിപ്രായമാണ്. 1000 കസേര മതി, 2000 കസേര മതി, അത് വേണ്ട, ബോക്സ് 2 മതി, ബോക്സ് ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ആകെ ചർച്ച ചെയ്ത് മൊത്തം ചളവളാക്കി അവസാനം 10 പൊട്ടിയ കസേര എടുത്തുകൊണ്ട് 2 തെങ്ങും മുറിച്ചവിടെ അത് നടത്തും. ചെന്ന് കയറുമ്പോൾ ആകെ ബഹളമാണ്. സർവ്വ മഹലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന് ഇത്രയും സദസ്സ് കണ്ട്, ഇത്രയും സൗകര്യം കണ്ട്, നല്ല തരക്കേടില്ലാത്ത നല്ല മൈക്ക് സെറ്റും എല്ലാ സംവിധാനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, അൽഹംദുലില്ലാ ഈ മഹലില് ചെറിയ ചെറിയ ഭിന്നതകളെല്ലാം മഹലിലും ഉണ്ടാവും, എങ്കിലും ഒത്തൊരുമയ്ക്ക് ഇച്ചിരി ശക്തി കൂടുതലാണ്. അത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റുക, അല്ലെങ്കിൽ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും അഭിപ്രായത്തിൽ ഇച്ചിരി വില കൂടുതലാണ് അല്ലെ. അത് അല്ലെങ്കിൽ പിന്നെ നടത്താൻ കഴിയില്ല, വലിയ പാടാണ്. അല്ലെങ്കിൽ ഇമാമിന്റെ ഒരു പവർ ഉണ്ടാവും. ഏതെങ്കിലും ഒരു രീതിയിൽ ഈ മഹലിൽ ഒരു നേട്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും സൗകര്യം നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. ഇനി നാളെ അതിന് പരിഹാരമായി നമ്മുടെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ ഇവിടെയുണ്ട്, യുവ സഹോദരങ്ങളുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ആലോചിച്ച് എങ്ങനെ നമുക്കിതിനെ ഒന്നുകൂടി, സ്ഥലം എന്തായാലും വലിപ്പമാക്കാൻ പറ്റില്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് കുറച്ചുകൂടി ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം. ഇപ്പോ ഇവിടെ ഇത്രയും ഒരുപാട് പേര് നമ്മുടെ ഈ വഴി ഇവിടെ മുതൽ പള്ളിയുടെ ആ റോഡിന്റെ ഭാഗം വരെ നിറച്ച് ജനങ്ങൾ നിന്നും ഇരുന്നും വാത് കേൾക്കാണ്. അപ്പൊ നാളെ അവർക്കൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യം, സഹോദരിമാർക്കൊക്കെ ധൈര്യമായിട്ട് വരാം. ഒരുപാട് സ്വർണ്ണമൊന്നും നാളെ ചോദിക്കൂല. ഇതിന്റെ ചെലവിന് വേണ്ടി ഇച്ചിരി സ്വർണ്ണം ചോദിക്കും, ഒരു വർക്കത്തന്നെ. അല്ലാതെ നിങ്ങളൊന്നും അങ്ങനെ ഒരുപാട് ഒരാൾ സ്വർണം തന്നു, ഇതാണ് പ്രശ്നം. നിങ്ങളിങ്ങനെ വാക്കവി ചോദിക്കുന്നതെന്ന് നീ പറയരുത്, ചോദിക്കാതെ ഒരു വർക്കത്തിലൊരു സ്വർണ്ണ കമ്മൽ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യാൻ 1-2 ചെറിയ ലിസ്റ്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സുബൈക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ എപ്പോഴെങ്കിലും അത് ഓതുന്നുണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ ഓതുന്നതിനോടുകൂടി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ നിയ്യത്ത് ചെയ്ത്, അള്ളാഹുവേ ഒരു യാസീനും കൂടി ഞാൻ നിരന്തരം ഓതാൻ പോവാണ്, അത് എന്റെ ജീവിതത്തിൽ ഞാൻ മരണപ്പെടുമ്പോൾ ഷഹീദായി മരിച്ചതിന്റെ കൂലി കിട്ടണമെന്ന നിയ്യത്തോടെ നിങ്ങൾ ഓതിയാണ്. അള്ളാഹു അങ്ങനെ ഷഹീദായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. നാളെ ഇൻഷാ അല്ലാഹ് 4 വ്യക്തികൾക്ക് സ്വർഗത്തിന്റെ വസ്ത്രം, സ്വർഗത്തിന്റെ വാഹനം. സ്വർഗത്തിലൊരു വാഹനമുണ്ട്, അത് ഏതെന്നൊക്കെ നാളെ പറയും. സ്വർഗത്തിന്റെ വസ്ത്രം ആദ്യം അണിയിപ്പിക്കുന്നത് ആരെയെന്ന് നാളെ പറയും. 4 വ്യക്തികൾക്ക് അത് ദുനിയാവിൽ വെച്ച് തന്നെ വിധങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ആ 4 വ്യക്തികൾ, 2 സ്ത്രീകൾ 2 പുരുഷന്മാർ, അവരുടെ വിശാലമായ ചരിത്രം നാളെ പറയും. അതിൽ ഒരു ചരിത്രം വിശാലവും മനസ്സിൽ തട്ടുന്നതുമാണ് ഇൻഷാ. അതുകൊണ്ട് ഒരുപാട് പാഠവും പഠനവും അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. 8:30 ആകുമ്പോൾ തന്നെ നമുക്ക് നാളെ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടൻ 8:30 പ്രസംഗം തുടങ്ങണം, 8:15 ദുആ തുടങ്ങണം. ആ രീതിയിൽ നിങ്ങളെല്ലാവരും നേരത്തെ വരണം, എങ്കിലേ നമുക്കൊരു സമയത്തിന് തന്നെ നമുക്ക് പിരിയാൻ പറ്റുള്ളൂ. പാതിരാവാതുകൾ നമുക്ക് കുറയ്ക്കൽ ആവശ്യമായി വന്നിരിക്കുന്നു. നേരത്തെ വരിക, ഒരു നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, പള്ളികൾക്ക് ഒരു വിഷമവും വരുത്താതിരിക്കുക. കഴിയുന്ന സ്വതക്ക നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മാന്യമായ രീതിയിൽ ഈ നല്ല പരിപാടിക്ക് പിന്തുണ ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. اللهم صل على محمد. اللهم صل على محمد. يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين. ദുആ ചെയ്യാൻ പോകുന്നു. എല്ലാവരും വളരെ ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. ഒന്നെങ്കിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് പോകേണ്ടവർ പോവുക, അല്ലെങ്കിൽ ദുആ ചെയ്തതിന് ശേഷം പോവുക. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിലൂടെ യാത്ര വലിയ വിഷമമാണ്. ഏതെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുക്കാം. എന്തായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, വലിയ തിരക്കാണ്, ഇറങ്ങി പോകുമ്പോൾ സമയമെടുക്കും, വാഹനങ്ങളൊക്കെ ദൂരെയാണ് പാർക്ക് ചെയ്ത്, എന്തായാലും കഷ്ടപ്പാടാണ്. ഏതെങ്കിലും ഒരു കാര്യം ഒന്നീ ദുആ ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ എല്ലാവരും പോയതിനു ശേഷം ദുആ ചെയ്യും.
ഇടയിലുള്ള യാത്ര നിർത്തണം. കാരണം ദുആ നടക്കുമ്പോൾ ഇടയിലുള്ള യാത്ര ചെയ്താൽ നമുക്ക് കൂടി അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ആകെ പ്രതീക്ഷ ദുആയാണ്. പ്രസംഗമൊക്കെ എങ്ങനെയും പറയാം, അതെങ്ങനെയും കേൾക്കാം, അതെങ്ങനെയും കഴിയും. ദുആ നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമാണ്. ഇത്രയും സമയം ചെലവഴിച്ചിട്ട് ഒരു ചെറിയ ദുആയല്ലേ ഉള്ളൂ, 5 മിനിറ്റിനകത്ത് കഴിയും. പക്ഷെ അത് ഒരു വലിയ നേട്ടമാണ്. നമുക്ക് ഈ സമുദായത്തിന് അള്ളാഹു തന്ന ഒരു വലിയ നേട്ടമാണ്. ഇത്രയും ജനങ്ങളിരിക്കുമ്പോൾ നമുക്കൊരു ദുആ ചെയ്യാം, അള്ളാഹിനോടൊരു കാര്യം പറയാം. അത് നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് നേട്ടം നമുക്ക് അതുകൊണ്ട് നേടാനുണ്ട്. അള്ളാഹു ഈ ദുആക്ക് പൂർണ്ണമായി ഉത്തരം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, രാജസയ്യിദായ റഹ്മാനും റഹീമുമായ പടച്ചവനെ, ഈ മഹനീയമായ മജ്ലിസിൽ ഞങ്ങളുടെ നസീഹത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു റബ്ബേ. അതിന്റെ പകുതിയെങ്കിലും ഞങ്ങൾക്കും ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മരണം എപ്പോഴാണ് എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ കരയുന്ന, ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഉപ്പയും കരയുന്ന, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ് വേദനിക്കുന്ന ആ ദിവസം എപ്പോഴെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവേ, അത് ഏത് രീതിയിലാണെന്നറിയില്ല. രോഗമായിട്ടാണോ, അപകടത്തിലാണോ, അല്ലാഹുവേ പടച്ചവനെ, ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിലാണോ, എങ്ങനെയാണെങ്കിലും പടച്ചവനെ, ഈമാനോടുകൂടി എല്ലാവരും ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ലല്ലാ. പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങൾ മരിക്കുമ്പോൾ അവര് വന്ന് കുളിപ്പിക്കണമെന്ന് വാശി പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. അവര് വന്ന് മയ്യത്ത് പൊതിയണമെന്ന് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല അല്ലാ. എന്നാൽ ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയ മജ്ലിസ് കാണുമ്പോൾ കരുണയുള്ള പടച്ചവനെ, സ്നേഹമുള്ള അല്ലാഹുവേ, ദയാലുവായ തമ്പുരാനെ, ഞങ്ങൾക്ക് അതിനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. ഇതിന്റെ പിന്നിൽ ഈ സദസ്സിന് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ടവർക്കൊക്കെ അതിനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ലല്ലാ. പള്ളിയുടെ ഖബർസ്ഥാനുകളിൽ ഒരു പൂച്ചയും ഒരു പട്ടിയും വന്ന് കിടന്നുറങ്ങുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല റബ്ബേ. അല്ലാഹുവേ, അത് അതിന്റെ ഉള്ളറയിലെ മയ്യത്തിന്റെ നിലവിളി കേട്ടിട്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മയെയും ഉപ്പയെയും കുടുംബത്തിൽപ്പെട്ടവരെയും ഖബറിന്റെ അകത്ത് കിടന്ന് കരയുന്നവരാക്കല്ല അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആമീൻ അവരുടെ ഖബറിലേക്ക് ഒരു ആനന്ദമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, റമളാൻ 17 വിട പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിലേക്ക് ഈ ദുആ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് ഞങ്ങളെ സ്നേഹിച്ചതിന് പകരം പാവപ്പെട്ട ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഇത് മാത്രമാണ് റബ്ബേ. അല്ലാഹുവേ, ആ ഖബർ നീ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ശവിക്കല്ല അല്ലാ. ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ ശവിക്കല്ല റബ്ബേ. പടച്ചവനെ, അവർ ഞങ്ങൾക്ക് ചെയ്തതിന് പകരം തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഒന്നും ഇല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ എന്തുമാത്രം ഞങ്ങളെ സ്നേഹിച്ചവരാണല്ലാ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടവരാണല്ലാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് ജീവനാണ് റബ്ബേ. അങ്ങനെയുള്ളവരെ വെറുപ്പിക്കുന്ന പ്രവൃത്തി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉമ്മ ദുആ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ശപിക്കല്ല അല്ലാ. ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ ശപിക്കല്ല അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് രോഗശാന്തിയും ദീർഘായുസ്സും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ മക്കളില്ലാത്തവർ ഒരുപാട് പേരുണ്ട് പടച്ചവനെ. അവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഉള്ള മക്കളുടെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വടക്കേക്കാടുള്ള സക്കീർ എന്ന പ്രിയ കൂട്ടുകാരന്റെ കുഞ്ഞിനെയും ഉപ്പയെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ സന്തോഷവും നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞ എന്റെ പ്രിയ സഹോദരൻ അബൂദാബിയിൽ ജോലി ചെയ്യുന്ന എന്റെ പ്രിയ കൂടപ്പിറപ്പ്, എന്റെ കൂടപ്പിറപ്പിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ സഹോദരൻ ഹാരിസ് എന്ന സഹോദരന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ വിശാലമായ മജ്ലിസിന്റെ ദുആ ആ സഹോദരന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനൊരു കാരണമാക്കണേ അല്ലാ. പടച്ചവനെ, ഒരു ദിവസം ഫോൺ വിളിച്ചില്ലെങ്കിൽ സങ്കടപ്പെടുന്ന ആ സഹോദരന്റെ സ്നേഹബന്ധം നിന്റെ സ്വർഗത്തിൽ എത്തുന്നത് വരെ നീ നിലനിർത്തണേ റഹ്മാനെ. ആ സഹോദരന്റെ ഭാര്യ, ആ സഹോദരന്റെ ഭാര്യയുടെ വീട്ടുകാർ, കുടുംബക്കാർ, അവരൊക്കെ ഇവിടെ ഉണ്ട്. അല്ലാഹുവേ, അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ രോഗത്തിന് പ്രാർത്ഥന കൊണ്ട് തകർത്ത് കളഞ്ഞ, പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്തഫ എന്ന ഞങ്ങളുടെ മുത്തു എന്ന പ്രിയ കൂട്ടുകാരന് ഈ വലിയ മജ്ലിസിന്റെ പുണ്യം കൊണ്ട് അല്ലാഹുവേ പൂർണ്ണമായും ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരിക്കലും നീ തോൽപ്പിച്ചു കളയില്ല അല്ലാ. ഒരിക്കലും നീ ആ സഹോദരന്റെ കുഞ്ഞുമോളെ യതീമാക്കി കളയല്ല അല്ലാഹുവേ. ആ സഹോദരന് ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ.
പടച്ചവനെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞു. പന്തല്ലൂരിൽ നിന്ന് വന്ന സയ്യിദവറുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ലൊരു ഭവനം നീ കൊടുക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്തും കഴിവും അള്ളാഹു നീ മരിക്കുവോളം കൊടുക്കണേ റഹ്മാനെ. കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹ് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ നിന്നെല്ലാം ഓടി ഓടി ഈ സ്വർഗത്തിന്റെ വേദിയിൽ വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ അവരെ ഈമാനിന്റെ കരുത്തുള്ളവരാക്കി ജീവിച്ച് മരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരു മൃഗം ചത്ത് കിടക്കുന്ന പോലെ കിടക്കുന്ന ഗതികേട് ആ മക്കൾക്ക് നീ കൊടുക്കല്ല റബ്ബേ. അവർ ഉറക്കമൊഴിഞ്ഞ് മണിക്കൂറുകളോളം ഈ വിനീതന്റെ പ്രസംഗ നഗരിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞാമീൻ പറയുന്നവരാണ്. അതിന് പകരം നിന്റെ മലക്കുകൾ വന്ന് കുളിപ്പിച്ച് പൊതിയുന്ന ഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. ചങ്ങനംകുളത്ത് റമളാൻ പ്രഭാഷണം നടത്തി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ ഈ പരിസരത്തൊക്കെ വാദ നടത്തിയവരുണ്ട്. എല്ലാവരെയും ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഗുരുവായൂരിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട ഗഫൂർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരന്റെ കുടുംബക്കാർ, ആ സഹോദരന്റെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് റബ്ബേ. ഈ ഖബർസ്ഥാനിൽ ആ സഹോദരന്റെ അളിയൻ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു കിടക്കുന്നുണ്ട് റബ്ബേ. ആ ഖബറിലേക്ക് ദുആ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ ഉപ്പയെ അവര് മക്കളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പരിചരിച്ചിരുന്നത് അല്ലാഹ്. ആ ഉപ്പാടെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, ഈ പരിസരത്ത് ഏറ്റവും നല്ല ഒരു പരിപാടി പാടത്ത് വടക്കേക്കാട് മഴ പെയ്തപ്പോൾ അള്ളാഹുവിൽ നിന്നുപോയി. ആ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച സഹോദരിമാർ സഹോദരങ്ങൾ ഏറെയുണ്ട്. അവർക്ക് ഈ വലിയ മജ്‌ലിസിന്റെയും ദുആ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് മടങ്ങി വന്ന ഒരുപാട് പ്രവാസികളുണ്ടല്ല. അവരെ നീ സഹായിക്കണം റബ്ബേ. ഞങ്ങളുടെ പള്ളികൾക്ക്, മദ്രസകൾക്ക്, യത്തീംഖാനകൾക്ക്, പാവപ്പെട്ടവർക്ക്, യത്തീം മക്കൾക്ക് ഒരുപാട് പേർക്ക് ഗൾഫുകാരുടെ സഹായം കിട്ടിയിട്ടുണ്ട് റബ്ബേ. റഹ്മാനായ പടച്ചവനെ, അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ കണ്ണീര് നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. വിഷമം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ പടച്ചവനെ, ഇന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് വരാ സമയത്ത് ക്യാൻസർ രോഗം ബാധിച്ച ഒരു സഹോദരൻ, ഉസ്താദേ എന്നെ മറക്കല്ലും, എനിക്ക് ദുആരക്കണം, എന്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സഹോദരന് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, പാവപ്പെട്ടവരല്ലേ റബ്ബേ, ആ രോഗം നീ മാറ്റി കൊടുക്കുന്നത് കൊണ്ട് നിനക്കൊരു നഷ്ടവും വരാനില്ലല്ലോ റബ്ബേ. അള്ളാഹുവെ, അത്ഭുതകരമായി മജ്‌ലിസിന്റെ വലിയ ബറക്കത്ത് കൊണ്ട് ആ രോഗം നീ മാറ്റി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ ആരെയും നീ അപകടത്തിൽ മരിപ്പിക്കില്ല അല്ലാഹ്. ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ കത്ത് കിട്ടി റബ്ബേ. ബോധം നഷ്ടപ്പെട്ടു പോയവർ, കൈകാലുകളെ ചതഞ്ഞെറിഞ്ഞു പോയവർ, അള്ളാഹു ഇപ്പോൾ ജീവിതമാണോ മരണമാണോ തിരിച്ചു കിട്ടുക എന്നറിയാതെ, ഒന്നും അറിയാതെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ബന്ധുമിത്രാദികൾ, അള്ളാഹുവെ പടച്ചവനെ, ആ കുടുംബത്തിന്റെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പേരാമംഗലത്തുണ്ടായ അപകടത്തിലെ ആ പ്രിയപ്പെട്ട കുടുംബത്തെ നീ സഹായിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നവരാണ് റബ്ബേ. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ ഉപ്പാന്റെ കൂടെ വണ്ടിയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും മക്കളെയും കൊണ്ട് പല സ്ഥലത്ത് ഞങ്ങൾ പോകുന്നവരാണ് റബ്ബേ. അള്ളാഹുവെ, തിരിച്ച് ആംബുലൻസിൽ കൊണ്ട് കിടത്തുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. തിരിച്ചറിയാൻ പറ്റാത്ത മയ്യത്തുകളായി ഞങ്ങളുടെ മയ്യത്തുകളെ മാറ്റില്ല റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്കൊരു വലിയ ആഗ്രഹമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ പടച്ചവരെ ഞങ്ങളെ മരിപ്പിക്കില്ല അല്ലാഹ്. നിനക്ക് വേണ്ടി ഇത്രയും വാള് പറഞ്ഞ്, നിന്റെ മജ്‌ലിസിൽ ഇത്രയും ആമീൻ പറഞ്ഞ് ആവേശത്തോടെ ഇത്രയും പേര് ഒരുമിച്ചുകൂടി മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആരെയും നീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കില്ല അല്ലാഹ്. എത്രയോ ഗൾഫുകാർ നാട്ടുകാർക്ക് മക്കൾക്ക് വേണ്ടി ജീവിച്ച അവസാനം എയർപോർട്ടിൽ അവരുടെ മയ്യത്ത് കൊണ്ടുവന്ന രംഗം ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ഈ ഇരിക്കുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അധികവും ഗൾഫ് രാജ്യത്താണ് റബ്ബേ. അവരെ കാത്തിരുന്ന മക്കളെയും കൊണ്ട് എയർപോർട്ടിൽ പോയിരിക്കുമ്പോൾ പടച്ചവരെ, അവരെ മയ്യത്ത് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ നീ ഒരിക്കലും കൊടുക്കല്ല റബ്ബേ. ഒരിക്കലും കൊടുക്കല്ല റബ്ബേ, ഒരിക്കലും കൊടുക്കല്ല നാഥ. അല്ലാഹുവേ, പാവപ്പെട്ട അബ്ദുൽ നാസർ മദനി ഉസ്താദിന് നീ മോചനം കൊടുക്കണേ റബ്ബാ. ഒരു മനുഷ്യനല്ലേ നാഥ, എത്രയോ കൊല്ലം കൊണ്ട് കഷ്ടപ്പെടുന്നു റഹ്മാനേ. അല്ലാഹുവേ, അതിനു വേണ്ടി എന്ത് തെറ്റ് ചെയ്തു പോയെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്‌ലിസിൽ ഒരുപാട് ഇതര മതത്തിൽപ്പെട്ടവർ സഹകരിച്ചിട്ടുണ്ട് റബ്ബേ. അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ആ സാഹോദര്യം നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ പ്രിയ കൂട്ടുകാരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന അഷറഫ് ഹാജി എന്ന ഞങ്ങളുടെ സഹോദരന് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. 11 കൊല്ലമായി ഞങ്ങളുടെ മഹലിന്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ആ സഹോദരൻ
സഹോദരന്റെ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും നീ തീർത്തു കൊടുക്കണേ അല്ല. പ്രസിഡന്റിനെ നീ അനുഗ്രഹിക്കണേ അല്ല. പടച്ചവൻ ഇവിടെ വന്ന ബാക്കവി ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഉസ്താദുമാരെയും ഇതിന്റെ കീഴിലുള്ള മദ്രസകൾ സേവനം ചെയ്യുന്ന ആലിമീങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല. ഇവിടെ വന്ന ഒറ്റേനി ഉമർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഷാനവാസ റഷാദി ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും നീ അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവെ പടച്ചവനെ എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ റഹ്മാനെ. ഇവിടെ കസേര പറക്കാൻ, നോട്ടീസ് ഒട്ടിക്കാൻ, പോസ്റ്റർ അടിക്കാൻ ഒക്കെ സഹകരിച്ചവരെ നീ അനുഗ്രഹിക്കണേ അല്ല. ഞാനിങ്ങോട്ട് വരുന്ന സമയം ബഹുമാനപ്പെട്ട സയ്യിദ് കീക്കോട്ട് തങ്ങളുടെ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അള്ളാഹുവെ ആ പ്രിയപ്പെട്ട സയ്യിദ് അവരുടെ ഉമ്മാക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ല. ആ കുടുംബത്തിന്റെ ഗുരുത്വവും പൊരുത്തവും പാവപ്പെട്ട അറിവില്ലാത്ത ഞങ്ങൾക്ക് നീ നൽകണേ അല്ല. റഹ്മാനും റഹീമുമായ പടച്ചവനെ സീഡി പിടിക്കാനും സ്ക്രീൻ പരിപാടി നടത്താനും എന്നോടൊപ്പം വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കമലാസുരിയ ബുക്കുസാറിന്റെ പ്രവർത്തകർ, അള്ളാഹുവെ നീ അവരെ അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവെ പടച്ചവനെ മുറ്റിച്ചൂറുള്ള കൂട്ടുകാരന്റെ ഉമ്മയും ഉപ്പയും നീ അനുഗ്രഹിക്കണേ അല്ല. അതുപോലെ അള്ളാഹു ഒരുപാട് സഹോദരങ്ങളുണ്ട്, എല്ലാ സുഹൃത്തുക്കളെയും നീ രക്ഷപ്പെടുത്തണേ അല്ല. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന കാസറ്റ് വിറ്റ് കഴിയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ മകൾ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ അള്ളാഹു ആ പൊന്നുമോൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, രോഗശാന്തി കൊടുക്കണേ അല്ല, ആരോഗ്യം കൊടുക്കണേ അല്ല. ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് ഒരിക്കലും വരുത്തല്ല. പൊതിയാൻ ആളില്ല, നിസ്കരിക്കാൻ ആളില്ല, കവറടക്കാൻ ആളില്ല. അള്ളാഹുവെ അങ്ങനൊരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. ഒരാൾക്കും ഭാരമാകാത്ത രീതിയിലുള്ള മരണം ഞങ്ങൾക്ക് തരണേ അല്ല. ഒരാൾക്കും വിഷമമില്ലാത്ത നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ല. അള്ളാഹുവെ പടച്ചവനെ ഈമാനില്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല. അവസാന സമയം നമ്മുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ മരിപ്പിക്കല്ല. പടച്ചവൻ ഇതിന്റെ പരിസരത്ത് ഒരു അമുസ്ലിമിന്റെ ഒരു വീട് കത്തിപ്പോയിട്ടുണ്ട് തമ്പുരാനെ, ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോയതാണ്. അവരുടെ ആ നഷ്ടം നീ നികത്തി കൊടുക്കണേ അല്ല. പാവപ്പെട്ടവരല്ലേ റബ്ബേ, ഒരു വീടും ഒരു കുടുംബവും എന്നൊക്കെ പറഞ്ഞാൽ എത്ര സന്തോഷമാണ് റഹ്മാനെ. പടച്ചവരെ നമ്മുടെ പള്ളിയെ സ്നേഹിക്കുന്ന ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട ഇതര മതത്തിലെ സഹോദരങ്ങളുടെ നഷ്ടകഷ്ടങ്ങൾ എത്രയും പെട്ടെന്ന് നീ മാറ്റി കൊടുക്കണേ അല്ല. പടച്ചവനെ ഞങ്ങളുടെ വീടിനകത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ ഭാര്യയും മക്കളും അന്തരീക്ഷത്തിലൂടെ സാരമായി ഉയർന്നു പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഒരിക്കലും വരുത്തല്ല. അള്ളാഹുവെ ഞങ്ങളൊക്കെ എപ്പോഴും അകലങ്ങളിൽ കഴിയുന്നവരാണ്. ഒരു ദുരന്തവും ഞങ്ങളുടെ വീട്ടിൽ കൊടുക്കല്ല. പടച്ചവനെ നീ കാത്തുകൊള്ളണേ റബ്ബേ, നീ സൂക്ഷിച്ചു കൊള്ളണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ നസീഹത്തിന് വേണ്ടി പാവപ്പെട്ടു പോകുമ്പോ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും എന്റെ മക്കളും ഒറ്റയ്ക്കാണോ റബ്ബേ. അള്ളാഹു നീ സംരക്ഷിക്കണേ റഹ്മാനെ, നീ കാത്തുകൊള്ളണേ പടച്ചവനെ. അള്ളാഹുവെ റഹ്മാനെ അവരെ ആലിമീകളും ആഫിദീകളും ആക്കണേ. പറയുന്ന ആ രാത്രിയിൽ 1 മണിക്കൂറോളം പടച്ചവനെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ദിക്റും സ്വലാത്തും ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു വലിയ അനുഭൂതി ആ മലപ്പുറം ജില്ലയുടെ മാറഞ്ചേരിയുടെ സദസ്സിലൂടെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരു വലിയ കാര്യം നിന്നോട് ചോദിക്കാൻ പോവുകയാണ്. നിനക്കത് വളരെ എളുപ്പമാണ്, പക്ഷേ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കണ്ണുകൾ ഒരുപാട് തെറ്റുകൾ കണ്ടുപോയ കണ്ണുകളാണ്, ഒരുപാട് ഹറാമുകൾ കണ്ടുപോയ കണ്ണുകളാണ്. അള്ളാഹു ആ കണ്ണുകൊണ്ട് ഞങ്ങളുടെ മനസ്സിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഭംഗിയായിരിക്കും പടച്ചവനെ, എന്ത് രസമായിരിക്കും റഹ്മാനെ. മദീനക്ക് എത്ര കണ്ടാലും കൊതിതീരാത്ത ഭംഗിയാണെങ്കിൽ, റൗള ശരീഫിനെ എത്ര ആസ്വദിച്ചാലും മതി വരാത്ത ആനന്ദമാണെങ്കിൽ, ഞങ്ങളുടെ മനസ്സിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സൗഭാഗ്യം തരാതെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല അല്ലാഹ്. അല്ലാഹു ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി ചെറുതും വലുതുമായിട്ട് ഒത്തിരി ദുആ ലിസ്റ്റുകൾ എഴുതി തന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ പടച്ചവനെ, ഒരു കമ്മൽ ഈ സദസ്സിലേക്ക് ആദ്യമായി തന്ന പെങ്ങൾ, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബക്കറ്റിലേക്ക് സ്വതക്കിയിട്ടവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോ ഇതിന്റെ നേട്ടത്തിനും പള്ളിയുടെ വളർച്ചയ്ക്കും വേണ്ടി ആരെല്ലാം കാര്യമായി എന്തൊക്കെ സ്വതക്ക ചെയ്യുന്നുവോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യാമെന്ന് പറഞ്ഞവർക്ക് ഈ മജ്‌ലിസിന്റെ ദുആയും നീ കൊടുക്കണേ അല്ലാഹ്. നല്ല രീതിയിൽ മൈക്ക് സെറ്റ് ക്രമീകരിച്ച് തന്ന പ്രവർത്തകർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. വാലണ്ടിയേഴ്സുകളായി ഈ തിരക്കിനിടയിൽ കഷ്ടപ്പെടുന്ന, അതുപോലും കേൾക്കാൻ നേരമില്ലാതെ കസേര പറക്കാനും ഓടി നടന്ന പ്രിയപ്പെട്ട മക്കൾക്ക് അർശിന്റെ തണല് കൊടുക്കണേ അല്ലാഹ്. ഈ വന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, മുനീറ എന്ന എന്റെ ഒരു പ്രിയപ്പെട്ട പെങ്ങൾ താമസിക്കുന്നതിനടുത്താണ് ആ ഭവനത്തിൽ നീ ഐശ്വര്യവും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ ഉമ്മയും ഉപ്പയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ സഹോദരിമാരെ
ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ, ഷൊർണൂരിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട കുടുംബം, അള്ളാഹു ആ കുടുംബത്തിന് ബറക്കത്തും ഐശ്വര്യവും നീ കൊടുക്കണേ അല്ലാ. അങ്ങനെ പറഞ്ഞാൽ നേരപ്പെടുന്നു പോലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് ഇഷ്ടമുള്ളവർ, ഒരുപാട് സ്നേഹമുള്ളവർ, ഒരുപാട് കുടുംബക്കാർ, ഒരുപാട് കൂട്ടുകാർ, എല്ലാവരെയും പറഞ്ഞതുപോലെ പരിഗണിച്ചുകൊണ്ട് നീ കബൂൽ ചെയ്യണേ അല്ലാ. اللهم انصرنا يا خير الناصرين، اللهم انصرنا يا خير الناصرين، اللهم انصرنا يا خير الناصرين. استجب دعاءنا ولا تردن ايدينا مع الخائبين بسبب ذنوبنا وقلة اعمالنا يا رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الانبياء. എല്ലാവരും ദുആ രക്കുക. നാളെ നേരത്തെ എത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.